കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: എന്റെ കഷ്ടപ്പാടിൽ എന്റെ പ്രാർത്ഥന ചെവികൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അവിടുത്തേക്ക് ബലിയർപ്പിക്കുവാനും കടന്നു പോകുന്നതിന് മുൻപ് നാം മനസ്സിലാക്കണം, നമ്മുടെ പക്കൽ ദൈവത്തിന് നിരക്കാത്തതായി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക. യാക്കോബ് ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ പോകുന്നതിന് മുൻപ് തന്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഉപേക്ഷിക്കുവിൻ, ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുവിൻ, നമുക്ക് ബലിയർപ്പിക്കുവാൻ പോകാം. അങ്ങനെ യാക്കോബ് ദൈവത്തെ ആരാധിച്ചപ്പോൾ യാക്കോബിന്റെ കഷ്ടപ്പാടിൽ കൂടെ നിന്നത് ഈ ദൈവമാണ്. യാക്കോബിന്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചത് ഈ ദൈവമായ കർത്താവാണ്. അവന്റെ അസ്തമിച്ച സൂര്യനെ പെനുവേൽ കടന്നപ്പോൾ പ്രകാശിപ്പിച്ചതും അവന്റെ മകൻ ജോസഫിനെ അനുഗ്രഹിച്ച് ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി ഉയർത്തിയതും ഈ ദൈവമാണ്. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്കും കർത്താവിനെ ആരാധിക്കാം. നമുക്കും ഒരു വിശ്വാസത്തിന്റെ കരുത്ത് എടുക്കാം. അപ്പോൾ ആ കർത്താവായ ദൈവം നമ്മുടെ തകർച്ചകൾ മാറ്റും, നമുക്ക് സൗഖ്യം നൽകും. അസാധ്യമായ കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സാധിച്ചു തരും. നിരാശയുടെ മേൽ, ഭയത്തിന്റെ മേൽ, ദുഷ്ടശക്തികളുടെ മേൽ ദൈവമായ കർത്താവ് നമുക്ക് വിജയം നൽകും. നമ്മുടെ കഷ്ടപ്പാടിലും വേദനയിലും ദൈവമായ കർത്താവ് കൂടെ നിൽക്കും. നമുക്ക് ആ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് ഇന്ന് ആരാധിക്കാം. ഈ പ്രഭാതത്തിൽ അവിടുത്തെ നാമത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. സ്വർഗവും ഭൂമിയും പാതാളവും അവിടുത്തെ മുമ്പിൽ മുട്ടുകൾ മടക്കും. എല്ലാ നാവും ഏറ്റുപാടും, യേശു ദൈവവും കർത്താവുമാണ്. എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. ഓ യേശുവേ, എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. എൻ്റെ കർത്താവായ യേശുവേ, അവിടുത്തെ തിരുമുമ്പിൽ ഇന്ന് ഞങ്ങളുടെ സകല പ്രാർത്ഥനകളെയും സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന സ്തുതികളും ആരാധനകളും അവിടുന്ന് സ്വീകരിക്കണം. അവിടുന്ന് ഞങ്ങളുടെ ദൈവമാകുന്നു. പൂർണ്ണ മനസ്സോടെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ യേശുവേ, അങ്ങേക്ക് മഹത്വം. പരിശുദ്ധാത്മാവേ, പുത്രനാമേശുവേ, പിതാവേ ആരാധന. ഓ എൻ്റെ യേശുവേ, പരിശുദ്ധാത്മാവേ, പുത്രനാമേശുവേ, പിതാവേ ആരാധന. ഓ യേശുവേ,
എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കും. ഓ എൻ്റെ ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള സകലരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങിൽ നിന്ന് മാറിപ്പോകുവാൻ ഞങ്ങൾക്കിടയാകരുത്. കർത്താവേ, അങ്ങയുടെ തിരുമുൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധ ത്രിത്വമേ, ത്രിയേക ദൈവമേ, അങ്ങേക്കെന്നും ആരാധന. ഓ യേശുവേ, ആരാധന കർത്താവേ. പരിശുദ്ധ ത്രിത്വമേ, ത്രിയേക ദൈവമേ, അങ്ങേക്കെന്നും ആരാധന. യേശുവേ, കർത്താവേ, ആരാധന. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. ഓ യേശുവേ, കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെയും അനുഗ്രഹിക്കണം ഈശോയെ. ഞങ്ങളെ സഹായിക്കണം യേശു. കർത്താവേ, അങ്ങയുടെ തിരുമുൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും വിട്ടുതരുന്നു. ഓ യേശുവേ, ആരാധന. കർത്താവായ യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിങ്ങളുടെ ജീവിതത്തെ കർത്താവായ യേശു അനുഗ്രഹിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.